ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുൻപാകെ വചനവുമായിട്ട് കടന്നു വരുവാൻ ഇടയായി. അതോർത്ത് ഞാൻ ജീവിതത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമുക്ക് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആരുടെ ജീവിതത്തിൽ നിന്ന്? ദാനിയേലിൻ്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് വളരെ മോശമായൊരവസ്ഥയായിരുന്നു ദാനിയേലിന്. നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സഭ നിങ്ങളെ പ്രാർത്ഥിച്ചു വിട്ടു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രാർത്ഥിച്ചു വിട്ടു, നല്ലൊരു സ്ഥാനത്ത് വന്നു. അവിടുന്ന് അവർ ചോദിച്ചു കാണും, ഇവിടെ സഭയുണ്ടോ, പിന്നെ അവിടെ സുവിശേഷൻ ആരാണ് എന്നൊക്കെ ചോദിച്ചു കാണും. നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് എല്ലാ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അല്ലേ? എന്നാൽ തന്നെയും ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നില്ല. ദാനിയേല് എവിടെ ജനിച്ചെന്നുള്ളതും ചെറിയൊരു ഭാഗം മാത്രം ഞാൻ പറയുകയാണ്. യെശയ്യാ പുസ്തകം വേറൊരിടത്തും തന്നെ മാതാപിതാക്കളെ പോലും പറയുന്നില്ല. യെശയ്യാ പ്രവചനത്തിൽ നാം വരുമ്പോൾ അതിൻ്റെ 39 വാക്യം 39 അധ്യായം അതിൻ്റെ 7 വാക്യം 6-7. യെശയ്യാവ് 39 6-7 ഒന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദാനിയേലിൻ്റെ ബന്ധത്തിൽ നമുക്ക് ഇത്രേ കാണുന്നുള്ളൂ. വേറൊന്നും നമുക്ക് ദാനിയേലിനെ പറ്റി കാണുന്നില്ല. എന്നാൽ ദാനിയേൽ വന്ന സാഹചര്യം നോക്കുക. താൻ എവിടെയായിരുന്നു താൻ? യെരുശലേമിൽ. യെരുശലേമിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടെ യാഗമുണ്ടായിരുന്നു, എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു യഹൂദ പയ്യന് വളരുവാൻ ആത്മീയമായിട്ട് വളരുവാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മാതാപിതാക്കന്മാരുണ്ടായിരുന്നു, ബന്ധുമിത്രാദികളുണ്ടായിരുന്നു, സഭ ഉണ്ടായിരുന്നു, എല്ലാ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു, VBS ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന അത്യന്താപേക്ഷിതമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കുന്ന ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു 2-3 കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അതിൻ്റെ 1-2 വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഞാൻ വായിക്കാം. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ സീനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഒരു സ്ഥലം മാറ്റം ഉണ്ടായി. ആരുടെ ജീവിതത്തിൽ? ദാനിയേലിൻ്റെ ജീവിതത്തിൽ. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ജെറുസലേമിൽ നിന്നും ആത്മീയമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരു ദൈവ പൈതലിന് വളരുവാൻ തക്കമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ ദാനിയേലിനെ എവിടോട്ട് കൊണ്ടുവന്നത്? ബാബേലിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം ബാബേൽ എന്ന് പറഞ്ഞത് അവർ യഹൂദന്മാർക്ക് വിരുദ്ധരാണ്, ദൈവത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവർ, മേച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്കാണ് ആരെ കൊണ്ടുവന്നത്? ദാനിയേലിനെ കൊണ്ടുവന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ ദാനിയേൽ എങ്ങനെയാണ് തൻ്റെ ജീവിതം നയിച്ചത്? നമുക്കുള്ള വലിയ പ്രയാസമാണ്. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് കാണുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളത് ഒരു സ്ഥലം മാറ്റമാണ്. നമുക്ക് നോക്കാം. നമ്മുടെ സ്ഥലം മാറിയതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വരുമോ? കുറവ് വരാൻ പാടില്ല. സ്ഥലം മാറിയതുകൊണ്ട് ദാനിയേലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സ്ഥലം മാറിയതുകൊണ്ട് യെരുശലേം ദേവാലയം വിട്ട് തൻ്റെ മാതാപിതാക്കളുടെ വീട് വിട്ട് ബാബേൽ രാജാവ് പാർക്കുന്നതായിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളുള്ളതായിരിക്കുന്ന രാജ്യത്തേക്ക് ദാനിയേൽ വന്നതുകൊണ്ട് ദാനിയേൽ എന്ത് സംഭവിച്ചു? വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് വന്നോ? ഇല്ല. ദൈവം അവന് ദർശനം കൊടുത്തു. താൻ യെരുശലേമിൽ താമസിച്ചപ്പോൾ ഒരു ദർശനം ഇല്ലായിരുന്നു. എന്നാൽ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം തന്നെ സ്നേഹിക്കുകയും ദൈവം തനിക്ക് ദർശനം കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ പറയട്ടെ, നാം ഇവിടെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ സ്ഥല സഭയിൽ നിന്നൊക്കെ വിടുതൽ വേറെ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഇതിന് മുൻപ് നമ്മൾ തനിയെ പാർത്തിട്ടുണ്ടോ?
ഇല്ല. ഇതാദ്യമായിട്ടല്ല തനിയെ പാർക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ റൂംമേറ്റായിട്ടുള്ള ഒരു പക്ഷേ അവിശ്വാസിയായിരിക്കാം, ക്രിസ്ത്യാനികളായെന്ന് വരികയില്ല. അപ്പം അവരോടുകൂടെ നമ്മൾ പാർക്കുമ്പോൾ ദാനിയേൽ ഒരു വസ്തുത പറയുന്നുണ്ട്. ദാനിയേൽ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെക്കൊണ്ട് സാധ്യമാണെങ്കിൽ നിങ്ങളെക്കൊണ്ടും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കളങ്കം വരുവാൻ ഒരിക്കലും പാടില്ല. നമ്മെ ഒരു റൂംമേറ്റ്, നമ്മൾ ഒരു അവിശ്വാസിയായിരിക്കുന്ന ഒരു റൂംമേറ്റിൽ നാം പാർക്കുന്നുവെങ്കിൽ അവനെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തോ ആണ്? ആ റൂംമേറ്റിന് സുവിശേഷം പറയണം. അവരെ പോലെ നാം ആകുകയല്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വിടുന്നുണ്ട്. കണ്ണുനീരോടും നമ്മുടെ മാതാപിതാക്കന്മാർ ഒത്തിരി കണ്ണുനീർ ഒഴുക്കിയാണ് പ്രാർത്ഥിച്ച് നമ്മളെയൊക്കെ പഠനത്തിന് വിടുന്നത്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ആരുമില്ലല്ലോ, എങ്ങനെയും നമുക്ക് ജീവിക്കാമെന്നോ, ആരും കാണാനില്ലല്ലോ എന്നുള്ള ചിന്തയോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളങ്കം വരുവാൻ തക്കോണം പാടില്ല. ദാനിയേൽ പറയുന്നത് എന്നെ കൊണ്ട് സാധിച്ചുവെങ്കിൽ നമുക്കിത്, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്കത് സാധിക്കുവാൻ കഴിയും. അതുകൊണ്ട് ആദ്യമായിട്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കും ഏറ്റവും വലിയത് സ്ഥലം മാറ്റമാണ്. സ്ഥലം മാറ്റം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. നമ്മൾ ഏത് സ്ഥാനത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ മംഗലാപുരത്ത് വന്ന് താമസിക്കുന്നുവെങ്കിൽ മംഗലാപുരത്ത് താമസിക്കുന്നതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ യൂത്ത്സാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ സുവിശേഷം പറയുവാൻ കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം ഒത്തുവരികയില്ല. ഈ പറഞ്ഞ പോലെ മകൾ ഒരു പാട്ട് പാടിയതുപോലെ പാട്ട് പാടിയിടുക, ദൈവവചനം ഘോഷിക്കുക, നിങ്ങളുടെ സാക്ഷ്യം പറയുക. ഇതൊക്കെ ദൈവം ചെയ്യുന്നതായിരിക്കുന്ന ഓരോ വസ്തുതകളാണ്. ഒന്ന് സ്ഥലം മാറ്റം. രണ്ടാമതായിട്ട് അതിൻ്റെ 8ഉം 12, 1-ാം അധ്യായത്തിൽ 8ഉം 12. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി വഹിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. എന്താ താൻ ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനമാണ്? അവിടുത്തെ ഭോജനം കൊണ്ട് എന്നെ അശുദ്ധമാക്കുക, ഭക്ഷണമാറ്റം. അപ്പോൾ രണ്ടാമത് ആ ദാനിയേലിന്റെ ജീവിതത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ 4 യുവാക്കന്മാരാണ് വന്നിരിക്കുന്നത്. ഈ 4 യുവാക്കന്മാർ രാജകീയ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ദേവാലയമുണ്ട്, ദൈവമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് അവരെ ബന്ധിതരാക്കി, അടിമകളാക്കി കൊണ്ടുവന്നു. അവരുടെ സ്ഥലം മാറ്റിയതുകൊണ്ട് അവരുടെ സ്വഭാവത്തിനോ അവരുടെ വിശ്വാസത്തിനോ മാറ്റം വന്നില്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഭക്ഷണത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യുവ അവസ്ഥയിൽ നമ്മൾ പ്രിയപ്പെടുന്ന എന്തുവാ? ഭക്ഷണമല്ലേ? പ്രായമുള്ളവർക്കാണെങ്കിൽ അവർക്ക് അത് വേണ്ട ഇത് വേണ്ട, നമ്മൾ നിർബന്ധിച്ചാലും അവർ കഴിക്കത്തില്ല. എന്നാൽ യുവാക്കളായിരിക്കുന്നവർക്ക് നമുക്ക് എന്ത് വേണം? ചിക്കൻ ബിരിയാണി കിട്ടി കഴിക്കത്തില്ലേ? എത്ര ഇഷ്ടമായിരിക്കും അല്ലേ? എന്നാൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. പറയാൻ കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട്. അപ്പം രാജാവിൻ്റെ ഭോജനത്തിൽ എന്ത് കാണും? രാജാവിൻ്റെ ഭോജനത്തിൽ വീഞ്ഞ് കാണും. വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്യമായിട്ടാണ് അവർ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് അശുദ്ധി വരുവാൻ പാടില്ല. പിന്നെ രണ്ടാമത് എന്താണ്? യഹൂദന്മാർക്ക് അറപ്പായിട്ടുള്ള ചില മാംസങ്ങളുണ്ട്, എന്തുവാ? പന്നിയിറച്ചി മറ്റും ഒക്കെ ഉണ്ടല്ലോ. അതൊരു പക്ഷേ അതൊക്കെ ഇവര് ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ ടേബിളിൻ്റെ മേലിൽ ഇരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു യഹൂദനായിരിക്കുന്ന ഒരു പയ്യന് അവൻ മനസ്സിലാക്കിയ സത്യത്തിൽ നിറയിച്ചു നിൽക്കാൻ വേണ്ടി ഒരു രാജകുടുംബത്തിലെ രാജാവിൻ്റെ മുൻപാകെ ഇത്ര ധൈര്യത്തോടുകൂടി പറയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധീകരിക്കുന്നു. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഭക്ഷണമാറ്റം. പക്ഷേ ഒരുപക്ഷെ ഇത് അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ചതിൻ്റെ ബാക്കിയുമായിരിക്കാം. അവർക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ വിധത്തിലുള്ള ആഹാരം കഴിക്കുന്നത് ഒരു വിശ്വാസിക്ക്, ഒരു യഹൂദന് അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ നാം ഇവിടെ പാർക്കുന്ന സമയത്ത് നമ്മുടെ ആഹാര രീതിയിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകാൻ ഒരു കംപ്രമൈസ് നമുക്ക് വേണ്ട. ഇതാണ് ദാനിയേൽ നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യം. ഒന്ന് സ്ഥലം മാറ്റം, രണ്ടാമത് ഭക്ഷണമാറ്റം, മൂന്നാമതായിട്ട് നാം കാണുന്നത് അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. 1-6. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദന്മാർ ഉണ്ടായിരുന്നു. പിന്നെ 7-ാം വാക്യത്തിൽ ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും
അസരിയാവിന് അബേദ്നെഗോ എന്നും പേരിട്ടു. എന്തിനാ ഇങ്ങനെ പേരിട്ടത്? അവർക്ക് അവരുടെ അപ്പനമ്മമാരും ഒറ്റ പേര് പോരായിരുന്നോ? ഇല്ലായിരുന്നോ? എന്തിനാ ഈ പേരിട്ടത്? ഈ പേര് ചേഞ്ച് ചെയ്ത് ആ പേരിന്റെ സ്വഭാവത്തിൽ അവരുടെ വിശ്വാസത്തെ മാറ്റാൻ. എന്താ പേരിട്ടിരിക്കുന്നത്? ദാനിയേലിന് ബെൽത്ത്ശസ്സർ എന്ന് പേരിട്ടു എന്ന് കാണുന്നുണ്ട്. ബെൽത്ത്ശസ്സർ എന്ന പേരിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപൻ എന്നാണ്. ബെൽത്ത്ശസ്സർ എന്ന് പറഞ്ഞാൽ ബേൽ സഹായിക്കുന്നത്. ബേൽ എന്ന് പറഞ്ഞാൽ ആരാ? ദേവി ദേവത ഇല്ലേ? അപ്പം ജാതികളുടെ ദേവി ദേവന്മാർക്ക് ഉള്ളതായിരിക്കുന്ന പേര് ആർക്കിട്ടു? ദാനിയേലിനിട്ടു. എന്തിനാ ഇതിന്റെ ഉദ്ദേശം? എന്തുവാ ഉദ്ദേശം? ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇവരെ ഞങ്ങളുടെ ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരണം. അപ്പോൾ സ്ഥലം മാറ്റി നോക്കി പറ്റിയില്ല, ഭക്ഷണം മാറ്റം നോക്കി പറ്റിയില്ല. പിന്നെ മൂന്നാമത് എന്താ? പേരുമാറ്റം. പേരുമാറ്റത്തിൽ കൂടി ദാനിയേലിന് ബെൽത്ത്ശസ്സർ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ ബേൽ സഹായിക്കുന്നവൻ. ഹനന്യാവിന് ശദ്രക്ക് എന്ന് പേരിട്ടു. ഹനന്യാവ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ പ്രിയൻ. ശദ്രക്ക് എന്ന് പറഞ്ഞാൽ സൂര്യദേവനാൽ പ്രശോഭിതൻ. കണ്ടോ? സൂര്യദേവനാൽ. നമുക്ക് വളരെ ആലോചിച്ചിരിച്ച് ഒരു ദൈവ പൈതലിനെ ഏത് രീതിയിൽ വീഴിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആ രീതിയിലാണ്. നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു പേര് മാറ്റിയിട്ടുള്ളത് പറഞ്ഞാൽ എന്താ? പേര് മാറ്റിയിട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ അവരുടെ ഉദ്ദേശം, അവരുടെ പ്ലാന് സാത്താന്റെ പ്രവർത്തനയാണ്. അവർക്ക് അവരുടെ പേരിൽ മാറ്റം വരുത്തി അവരെങ്ങനെയെങ്കിലും ദൈവത്തെ ഇത് ചെയ്യണം. മീശായേലിന് ഇത് കൊടുത്തു. മീശായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആരുള്ളൂ. അതിന് കൊടുത്തിരിക്കുന്ന പേര് മേശൻ, ശുക്രനെ പോലെ ആരുള്ളൂ അതിന്റെ അർത്ഥം. പിന്നെ അസരിയാവിന് യഹോവ എൻ്റെ സഹായം, അതിന് പകരം ഇട്ടിരിക്കുന്ന പേര് അബേദ്നെഗോ, നെഹോവിൻ്റെ ദാസൻ. ഈ വിധത്തിൽ പേരുകൾ മാറ്റിയിട്ടു. ഒന്ന് സ്ഥലം മാറ്റം, രണ്ടാമത് ഭക്ഷണമാറ്റം, മൂന്നാമത് പേരുമാറ്റം. ഈ മൂന്നിലും ദാനിയേലിനെ വീഴിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ? ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നാം ഏത് സ്ഥാനത്ത് എവിടെ ആയിരുന്നാലും നമ്മളൊരു പക്ഷെങ്കിൽ നമ്മൾ പല കൂട്ടുകാരുമായിട്ട് നമുക്ക് കൂട്ടുകൂടേണ്ടതായിട്ട് വരും. ശരിയാണ്. ഒരു പക്ഷേ അവരുടെ സ്വഭാവം വേറെയാണ്. അവരുടെ സ്വഭാവമായിട്ട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും എറണാകുളത്തും ഒക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാം, ടി വിയിലൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ ഇതിന് ആസക്തരായി തീർന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാർ വീട്ടിലിരിക്കുന്ന അവർ കണ്ണുനീർ ഒഴുക്കുന്നുണ്ട്. അവർ കണ്ണുനീർ ഒഴുക്കുന്നതിൽ തന്നെയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. ഈ ദാനിയേൽ ഇവിടെ വീഴാതിരിക്കാൻ കാരണം എന്തുവാ? ദാനിയേലിന്റെ മാതാപിതാക്കന്മാർ തങ്ങളുടെ പേരിൽ നാളൊന്നും എഴുതി ബൈബിളിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ലെങ്കിലും കരയുന്ന ഒരു മാതാവും പിതാവും യെരുശലേമിലുണ്ടായിരുന്നു. അവർ യെരുശലേമിൽ പോയി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 4 ബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവിടെ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന ഈ വിധത്തിൽ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ 3:5, 12, 16 മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നാലാമതൊരു മാറ്റം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രയാസമുള്ള ഒരു കാര്യം, മരണത്തെ മുൻപിൽ കാണുന്ന ഒരവസ്ഥ. ഏത് സമയത്ത് മരിക്കുമെന്നുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വരത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം നെബൂഖദ്നേസർ ദാനിയേലിന്റെ ജീവിതത്തിൽ കൊടുത്തു. 3:5 വാക്യത്തിൽ നാം കാണുന്നത്, കാഹളം, കുഴൽ, തമ്പൂര്, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകല വിദ്യയും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെ നമസ്കരിക്കണം? സ്വർണ്ണബിംബത്തെ ആരാധിക്കണം. അപ്പം ആരാധനാ മാറ്റം. ഒന്ന് നമ്മൾ ചിന്തിച്ചു സ്ഥലം മാറ്റം, രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ഭക്ഷണമാറ്റം, മൂന്നാമത് നമ്മൾ ചിന്തിച്ചു പേരുമാറ്റം. നാലാമത് ഇതിലൊന്നിനും ദാനിയേലിനെ വീഴിക്കുവാൻ തക്കോളം സാധാരണ ശത്രുക്കൾക്കോ കഴിഞ്ഞില്ല. ബാബേൽ രാജാവിന് കഴിഞ്ഞില്ല. ഏകനായിട്ട് ഈ 4 ബാലന്മാർ, ഒന്നും അറിയാൻ വയ്യാത്ത ബാലന്മാരായിരിക്കുന്നവരെ അല്പം പോലും അവരെ അനക്കുവാൻ തക്കോണം ബാബേൽ രാജാവിന് കഴിഞ്ഞില്ല, നെബൂഖദ്നേസറിന് കഴിഞ്ഞില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു മാറ്റം വരുത്താൻ നോക്കി. എന്താണത്? 5 വാക്യത്തില്, നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികൾ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളി. നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ദാനിയേലിലേക്ക്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ 4ാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാ മാറ്റമായിരുന്നു. ആരാധനാ മാറ്റത്തിൽ കൂടി എന്താ സംഭവിച്ചത്?
ആരാധന മാറ്റത്തില് എന്ത് തീരുമാനം എടുത്തു താനെ? അതിന് 16 തൊട്ട് വായിക്കേണ്ടതാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ കാണുന്നത്, ഈ നാഴികൾ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഇതായിരിക്കണം നമ്മുടെ മറുപടി. ഒരു ആരാധനാ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഇനി യേശുവിനെ ആരാധിക്കേണ്ട, നിങ്ങൾ ഈ കാണുന്ന ബിംബത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇപ്പോൾ ഒന്ന് ആരാധിച്ചേക്കാം, നാളെ നമ്മൾ സഭയിൽ പോയിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയല്ലോ, ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പോരെ. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് സാരമില്ല, നാളെ ക്ഷമ ചോദിച്ചേക്കാം. അതല്ല, എന്താ പറയുന്ന നോക്കണ്ട, നോട്ട് ചെയ്യുക. രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും നോക്കുക, മരിക്കാനും തയ്യാറായി. ആരാധന മാറ്റത്തിൽ കൂടിയും ഒരു ദൈവവേദനെ വീഴിക്കുവാൻ തക്കവണ്ണം നെബൂഖദ്നേസറിന് കഴിഞ്ഞില്ല. പറയുന്നത് രാജാവിൻ്റെ കയ്യിൽ വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ വിധത്തിൽ 4 മാറ്റങ്ങൾ വരുത്തി. 4 മാറ്റത്തിലും ഇവരെ മാറ്റുവാൻ തക്കവണ്ണം കഴിയാതിരുന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? അതിൻ്റെ 30-ാം വാക്യത്തിൽ 3:30 പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. എവിടെയാണ് ഇത്? അടിമകളായിരുന്ന ഈ 4 ബാലന്മാർക്ക് അവരുടെ ദൈവത്തിൽ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മറ്റുള്ള യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ജീവിതവുമായിട്ട് യാതൊരു കംപ്രമൈസും ചെയ്യാതെ കണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നെബൂഖദ്നേസർ എന്ന രാജാവിനോട് ഒരു അടിമയായ വ്യക്തി പറയുകയാണ്, നെബൂഖദ്നേസരേ, ഞാൻ ഒരിക്കലും ഈ സ്വർണ്ണബിംബത്തിന്റെ മുൻപിൽ ഞാൻ ആരാധിക്കുകയില്ല. അഥവാ ഇനി എന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അഥവാ കഴിഞ്ഞില്ലെങ്കിലും എരിയുന്ന തീച്ചൂളയിൽ ഞാൻ വീണ് മരിക്കാൻ തയ്യാറാണ്, എങ്കിലും ഞാൻ ഒരിക്കലും മരിക്കുകയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നത് പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു. തീരെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സ്ഥാനത്ത് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരുപക്ഷെ അവരുടെ ശാരീരിക സ്ഥിതി, അവരുടെ സാമ്പത്തികമായ സ്ഥിതി, ഇതെല്ലാം ഒരുപക്ഷെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ആ വിധത്തിലുള്ളതായിരിക്കുന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളെന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ആരുടെ ദൈവമാണ് നമ്മുടെ ദൈവം? ദാനിയേലിന്റെ ദൈവം. ഏതെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങൾ വരട്ടെ, ദൈവം നമ്മോട് കൂടിയുണ്ട്. നമുക്ക് സ്ഥാനമാനങ്ങൾ ഈ രീതിയിൽ ദൈവത്തിന് അനുസരിച്ച്, ദൈവവചനത്തിനനുസരിച്ച് ദാനിയേലിനെ പോലെ ഏത് മാറ്റങ്ങൾ വന്നാലും വീഴാതെ പതരാതെ നാം നിൽക്കുന്നുവെങ്കിൽ ഒരിക്കൽ ദൈവം നമുക്ക് എന്തു തരും? സ്ഥാനമാനങ്ങൾ ദൈവം തരും. ദൈവം ഈ ചെറിയ സന്ദേശത്തോടെ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് പറയാട്ടെ. Thank you, Lord, for the